വിഷുക്കണി ഒരുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ ഒരു കൃഷ്ണ വിഗ്രഹം വെച്ചു. അതിനുശേഷം നമ്മളൊരു പൂമാല ഇടണം. അത് ഏത് മാല വേണമെങ്കിലും ഇടാം നമുക്ക്. ഇതിപ്പോ വീട്ടില് ഉണ്ടായിരുന്ന കുറച്ച് തുളസിയും അതുപോലെ കുറച്ച് ചെത്തിയും ഈ വെള്ളപ്പൂവും കൂടി ചേർത്ത് ഞാനൊരു മാല ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കൃഷ്ണ വിഗ്രഹത്തിന്റെ മേല് നമുക്കൊരു മാല ഇടാം. പിന്നെ നമുക്കൊരു ഓട്ടുരുളി എടുക്കാം. അപ്പൊ ഓട്ടുരുളി തന്നെ വേണമെന്നില്ല, വേറെ ഏത് പാത്രമായാലും നല്ല വൃത്തിയുള്ള ഒരു പാത്രമായാലും മതി നമുക്ക്. അതിന് നമുക്ക് അരി നെല്ലും കൂടിയിട്ടാണ് ഇടേണ്ടത്. പക്ഷെ ഞാനിവിടെ ഉണക്കലരി മാത്രമാണ് ഇടുന്നത്. ശേഷം നമുക്ക് ഒരു കണിവെള്ളരി വെക്കാം. അപ്പൊ നമ്മള് ഉരുളി വെച്ച് അതിൽ അരി ഇട്ടു. അതിനുശേഷം ഇപ്പൊ നമ്മൾ കുറെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിൽ നല്ലത് മത്തങ്ങയുണ്ട്, ചക്കയുണ്ട്, അതുപോലെ പച്ചപ്പയറുണ്ട്, പഴം, അതുപോലെ തന്നെ കുമ്പളങ്ങ, വഴുതനങ്ങ, പടവലം, അങ്ങനെ നമ്മുടെ എന്ത് ആയാലും നമുക്ക് നമ്മുടെ വിളവെടുപ്പിന്റെ ഒരു ഉത്സവമാണല്ലോ വിഷു. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. അത് നമ്മുടെ ഉചിതം പോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതെല്ലാം വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണവര് നിവൃത്തിയില്ലാത്തവര് അങ്ങനെ വാങ്ങിച്ചു വെക്കാം. അപ്പോ നമുക്ക് അത് ഇതുപോലെ നമുക്ക് എല്ലാം വെക്കാം. ഇപ്പൊ എല്ലാ ഫ്രൂട്ട്സും എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഈ തിരുവുടയാട വെക്കാം. അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് തിരുവുടയാട വെക്കാം. തിരുവുടയാട വെച്ചതിന് ശേഷം നമുക്ക് ഒരു വാൽക്കണ്ണാടി ഇതുപോലെ വെക്കാം കേട്ടോ. പച്ചക്കറിയും അതിന്റെ ഫലങ്ങളും നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വെച്ചതിന് ശേഷം അതിലൊരു തേങ്ങ ഉടച്ച് ഇതുപോലെ വെക്കാം. അതിനുശേഷം നമ്മൾ വിളക്ക് ഒരുക്കുക. ഒരു തട്ടില് വിളക്ക് വെച്ച് ഞാനിപ്പോ ഒരു 5 തിരി ഇട്ടിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് 5 തിരി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങളുടെ താല്പര്യം പോലെ വെക്കാം നമുക്ക്. ഞാനിപ്പോ 5 തിരിയാണ് ഇട്ടേക്കണം. അതുപോലെ തന്നെ ഇടങ്ങഴിയില് നെല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അതേപോലെ ചന്ദനത്തിരി 3 ചന്ദനത്തിരി വെച്ചിട്ടുണ്ട്. അതുപോലെ കിണ്ടിയില് വെള്ളം നിറച്ച് പൂവിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ട്, അത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് വെച്ചാൽ മതി. അപ്പൊ എനിക്കത് ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചത് മാത്രം. അതുപോലെ തന്നെ ഒരു ഗ്രന്ഥം, അത് നമുക്ക് താല്പര്യമുള്ള ഒരു ഗ്രന്ഥം വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളത് ഇപ്പൊ വാങ്ങിയതാണ് കടല, പയർ, പരിപ്പ്, അതുപോലുള്ള ധാന്യങ്ങൾ നമുക്ക് വെക്കാം. താല്പര്യം ശേഷം അതിന്റെ മുകളിൽ നമുക്കൊരു പട്ടുവസ്ത്രം വെക്കാം. അതിനുശേഷം നമുക്ക് വെറ്റില മടക്കി വെക്കാം. അതുപോലെ തന്നെ സ്വർണം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പൊ സ്വർണം വെക്കാം. അതുപോലെ രൂപയും കോയിനുകളും വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മഞ്ചാടിക്കുരി വെച്ചിട്ടുണ്ട്. പിന്നെ കുങ്കുമം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്ക് കണിക്കൊന്ന വെക്കാം.